നോക്കാതെ വണ്ടി സൈഡാക്കിട്ട് എന്തോ വലിച്ചറിയണ്ടല്ലോ. എന്താ വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്താണ്ടെങ്കിലും നിർത്തിക്കാം. എന്താണോന്ന് ചോദിക്കണല്ലോ. ഇപ്പൊ എന്താ അങ്ങോട്ട് വലിച്ചെറിഞ്ഞത്? അത് നിങ്ങൾ എങ്ങനെയാണ്ട്? ഞാൻ ഒന്നും വലിച്ചെറിഞ്ഞില്ലല്ലോ. പിന്നെ ഒരു നീല കവറിൽ പെയ്യാണല്ലോ ഈ വണ്ടി അങ്ങോട്ട് വലിച്ചെറിഞ്ഞാണ്ടത്. അതാണെങ്കിൽ തന്നെ ഇപ്പൊ നിങ്ങളോട് പറയണം. അപ്പൊ അതെന്താന്ന്? അല്ല, അങ്ങനെ വലിച്ചെറിയാൻ പാടുണ്ടോ? നിങ്ങൾക്ക് അറിയില്ല ഇതിന്റെ അവസ്ഥ എന്താന്നുള്ളത്? നിങ്ങളെ പോലെ അങ്ങനത്തെ ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ റോഡിൽ വേസ്റ്റ് വലിച്ചെറിയുന്നത്. നിങ്ങളാരാ? ഞാൻ ആരാന്നല്ല, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ആ സാധനം വേസ്റ്റ് വലിച്ചെറിഞ്ഞത് അങ്ങോട്ട്? അതെന്താ വെച്ചാല് എന്റെ വീട്ടില് ചെറിയ കുട്ടിയാണ്. ആ ചെറിയ കുട്ടീന്റെ പമ്പേഴ്സ് പിന്നെ എന്താ ചെയ്യാ? അത് പഞ്ചായത്തുകാർ എടുക്കണില്ല. അതേപോലെ സുഖമില്ലാത്തൊരു അമ്മായിണ്ട്. ആ അമ്മായിന്റെ ഡയപ്പറും ഉണ്ട്. അതൊക്കെ ഞങ്ങൾ അപ്പൊ നിങ്ങൾക്ക് സംസ്കരിക്കാൻ വേറെ വഴിയില്ല? അതുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യും. ഫാക്ടറി ആപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല? ഇല്ല, കേട്ടിട്ടില്ല. അങ്ങോട്ട് വരും, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്താന്നുള്ളത്. പുതിയൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, ആക്രി ആപ്പ് എന്നാണ് അതിന്റെ പേര്. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മൊബൈലിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ വേസ്റ്റ് കൊണ്ടുവരുന്ന രൂപത്തിൽ ഇപ്പൊ ഒരു പുതിയ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ആക്രി ആപ്പ് എന്നാണ് അതിന്റെ പേര്. അതിനോ ഐഫോൺ ആണെങ്കിൽ അതിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ വേസ്റ്റും സാധനങ്ങളും എവിടെയാണോ ഉള്ളത് ലൊക്കേഷൻ അതിലും കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു വരുന്നു, നമ്മൾ വേസ്റ്റ് കൊണ്ടുപോകുന്നു. ഇനിയിപ്പോ ഇരുമ്പ്, പാട്ട, തകരം, നോട്ട്ബുക്ക്, അങ്ങനത്തെ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അത് മുഴുവൻ അവർ വന്നെടുക്കും. എനിക്ക് പറ്റിയ തെറ്റ് ഇനി ആർക്കും പറ്റരുത്. ഇനി ഞാനിത് തിരിച്ചു കൊണ്ടുപോവാണ് എന്റെ വീട്ടിലേക്ക് പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തോളാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക.